जय राधा माधव जय कुंज बिहारी जय राधा माधव जय कुंज बिहारी जय गोपी वल्लभ जय गिरिवरधारी जय गोपी वल्लभ जय गिरिवरधारी जय यशोदनंदन व्रज जनरंजन यशोदनंदन व्रज जनरंजन यशोदनंदन व्रज जनरंजन यशोदनंदन व्रज जनरंजन यमुना तीरावनचारी यमुना तीरावनचारी जय राधा माधव जय कुंज बिहारी हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे ॐ अज्ञानातिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुर्मिलितं येन श्रीगुरवे नमः नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये मूकं करोति वाचालं पङ्गुं लङ्घयति यत्कृपातमहं वन्दे परमानन्दमाधवम् हे कृष्णा करुणा सिन्धु दीनबन्धु जगत्पदे गोपेशा गोपिका कान्दा राधाकान्दा नमोऽस्तुते तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी शभानुसुते देवी प्रणमामि हरिप्रिये नष्टप्रायेषु अभद्रेषु नित्यं भागवतसेवया भगवतीरुत्तमश्लोके भक्तिर्भवति नैष्टिकीम् जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा हरे कृष्णा 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 हरे 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 राम 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 हरे हरे
ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. എത്ര കാലം കൊണ്ട് ഇവിടെ ഇങ്ങനെ ഈ സത്സംഗം തുടങ്ങിയിട്ട്? 2 വർഷമായല്ലേ? ഇത് വളരെ ഐശ്വര്യമുള്ള ഒരു സ്ഥലമാണ്. തൊട്ട് ഫ്രണ്ടില് മഹാദേവനുണ്ട്, കൃഷ്ണനുണ്ട്, ഗണപതി ഉണ്ട് അല്ലേ? പിന്നെ ഇവിടെ NSS കരയോഗത്തിന്റെ ഭക്തജനങ്ങളായ നിങ്ങളെല്ലാവരും ഉണ്ട്. വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. പേരെന്താണ് ഈ സ്ഥലത്തിന്റെ? കേരളാദിത്യപുരം. വളരെ മഹത്തായ ഒരു പേരാണ് ഈ സ്ഥലത്തിൻ്റെത് ഇല്ലേ? അപ്പൊ എല്ലാം കൊണ്ടും വളരെ ശ്രേഷ്ഠമായ ഒരു സ്ഥലമാണ്. ഇപ്പൊ ഇവിടെ നമുക്ക് ജന്മം കിട്ടിയതിൽ നിങ്ങൾക്ക് അഭിമാനമുണ്ടോ? ഇത്രയും വളരെ ശ്രേഷ്ഠമായ ക്ഷേത്രവും അങ്ങനെയുള്ള സ്ഥലമൊക്കെയാണ്. അതുകൊണ്ട് ഇവിടെ നന്നായി ഒരു ഭക്തസംഘം നടത്തേണ്ടത് നമ്മുടെ നാട്ടുകാരായ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ വളരെ നന്നായി എല്ലാവരും പരിശ്രമിക്കണം. അങ്ങനെ ആകുമ്പോൾ ഇവിടുത്തെ കേരളാദിത്യപുരത്തിലെ ഭഗവാന് വളരെ സന്തോഷമാകും. നിങ്ങളിവിടെ തുടങ്ങി വെച്ച് കഴിഞ്ഞു ഇല്ലേ? നടന്നു വരികയാണ് സത്സംഗം. അപ്പോൾ ഈ സത്സംഗത്തിലെ ഭഗവത്ഗീതയുടെ 2-ാമത്തെ അധ്യായം നടന്നു വരികയാണ്. ഇന്നത്തെ ശ്ലോകം 4-ാമത് ശ്ലോകമാണ്. 2, 4 അല്ലേ? അപ്പോൾ 1-ാമത് അധ്യായമൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. 2-ാമത്തെ അധ്യായത്തിലെ 4-ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് വായിക്കാം. അർജുന ഉവാച. പറഞ്ഞോളൂ. അർജുന ഉവാച. കഥം ഭീഷ്മമഹം സംഘേ ദ്രോണം ച മധുസൂദന. കഥം അർജുന ഉവാച. കഥം ഭീഷ്മമഹം സംഘേ ദ്രോണം ച മധുസൂദന. ഇഷ്യുഭിഃ പ്രതിയോഷ്യാമി പൂജാർഹാവരിസൂദന. അർജുന ഉവാച. കഥം ഭീഷ്മമഹം സംഘേ ദ്രോണം ച മധുസൂദന. ഇഷുഭിഃ പ്രതിയോത്സാമി പൂജാഹാരിവരിസൂദന. അർജുന ഉവാച. അർജുനൻ പറഞ്ഞു. ഹരിസൂദന, ശത്രുജ്ഞനായ മധുസൂദന, അല്ലയോ മധുസൂദന, അഹം ഞാൻ, സംഘേ യുദ്ധത്തിൽ, കഥം എങ്ങനെ, പൂജാർഹൗ പൂജാർഹരായ, ഭീഷ്മം ഭീഷ്മരെയും, ദ്രോണം ച ദ്രോണരെയും, ഇഷുഭീഹ ഇഷുക്കളെ അഥവാ ശരങ്ങളെ കൊണ്ട്, പ്രതിയോത്സ്യാമി എതിരിടും. അർജുനൻ പറഞ്ഞു. ശത്രുനാശകനായ അല്ലയോ മധുസൂദന, പൂജാർഹരായ ഭീഷ്മരെയും ദ്രോണരെയും പോലുള്ളവർക്കെതിരെ ഞാൻ എങ്ങനെ അസ്ത്രങ്ങളാൽ തിരിച്ചടിക്കും?
ഭാവാർത്ഥം അഭയചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ്. ജയ് ശ്രീല പ്രഭുപാദ്. ഭാവാർത്ഥം വായിക്കാം. ബഹുമാന്യരായ ഭീഷ്മ പിതാമഹനെയും ദ്രോണാചാര്യരെയും പോലുള്ള ഗുരുജനങ്ങൾ എന്നെന്നും പൂജനീയരാണ്. ഇങ്ങോട്ട് എതിർത്താലും അവർക്കെതിരെ തിരിച്ചടിക്കാൻ പാടില്ല. ഗുരുജനങ്ങളോട് വാക്സമരത്തിൽ പോലും ഏർപ്പെടരുതെന്നാണ് സാമാന്യ മര്യാദ. അവർ ചിലപ്പോൾ പരുഷമായി പെരുമാറിയേക്കാം, എങ്കിലും തിരിച്ചങ്ങനെ ചെയ്തുകൂടാ. അപ്പോൾ അർജുനൻ എങ്ങനെ അവരുടെ നേർക്ക് അമ്പെയ്യും? തന്റെ പിതാമഹനായ ഉഗ്രസേനനെയോ ഗുരുവായ സാന്ദീപനി മുനിയെയോ എതിർക്കാൻ കൃഷ്ണൻ തുനിയുമോ? ഇവയാണ് അർജുനൻ കൃഷ്ണനോട് ഉന്നയിച്ച ചില വാദമുഖങ്ങൾ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. കഴിഞ്ഞ ശ്ലോകത്തിനകത്ത് നമ്മൾ വായിച്ചത്, ഹേ പാർത്ഥ, തരംതാണ് ഈ ആണത്തമില്ലായ്മയ്ക്ക് അധീനനാകരുത്. നിനക്ക് യോജിക്കുന്നതല്ല ഇത്. ശത്രുക്കളെ ജയിക്കുന്നവനെ ശുദ്രമായ ഹൃദയ ദൗർബല്യത്തെ ഉപേക്ഷിച്ച് എഴുന്നേൽക്കൂ എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിനകത്ത്, മൂന്നാമത്തെ ശ്ലോകം 2:3 അല്ലെ ഭഗവാൻ പറഞ്ഞത്. പാർത്ഥ, ഹേ പാർത്ഥ, അല്ലെ, എഴുന്നേൽക്കൂ, യുദ്ധം ചെയ്യൂ, അല്ലെ. അങ്ങനെയൊക്കെയാണ് കഴിഞ്ഞ ശ്ലോകത്തിനകത്ത്. ദൗർബല്യമാണ് ഈ തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് നല്ലതല്ല എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ ഇതിനോട് ഇങ്ങനെ പ്രോത്സാഹനം കൊടുക്കുകയാണ്, ഇല്ലേ. അപ്പൊ ഈ ശ്ലോകത്തിന്റെ അകത്ത് അർജുനൻ ദൗർബല്യത്തേക്ക് ഉപേക്ഷിച്ച് എഴുന്നേൽക്കൂ, യുദ്ധം ചെയ്യൂ എന്ന് ആര് പറഞ്ഞു? ഭഗവാൻ പറഞ്ഞു. അപ്പൊ ഈ 4ാമത്തെ ശ്ലോകത്തിനകത്ത് ഇപ്പൊ സംസാരിക്കുന്ന ആരാണ്? അർജുനൻ തിരിച്ചാരോട് പറയുകയാണ്? ഭഗവാനോട്, കൃഷ്ണനോട് പറയുകയാണ്. എന്താ പറയുന്നത്? അർജുനൻ പറഞ്ഞു, ഇത് പറഞ്ഞു, ശത്രുനാശകനായ അല്ലയോ മധുസൂദന. ഭഗവാനെ എന്താ വിളിച്ചിരിക്കുന്നത്? അല്ലേ? ഹരിസൂദന എന്ന് പറഞ്ഞ് ശത്രുജ്ഞനായ, അല്ലേ, മധുസൂദന, അല്ലയോ മധുസൂദന. മധു എന്ന് പറയുന്ന ഒരു രാക്ഷസനെ ആര് വധിച്ചിട്ടുണ്ട്? കൃഷ്ണൻ വധിച്ചിട്ടുണ്ട്. അപ്പൊ ആ പേര് വെച്ചാണ് ഇവിടെ ഇപ്പൊ ആര് വിളിച്ചിരിക്കുന്നത്? അർജുനൻ ആരെ? ഭഗവാനെ വിളിച്ചിരിക്കുകയാണ്, ഹേ മധുസൂദന, അല്ലേ. ശത്രുനാശകനായ. അപ്പൊ ശത്രുക്കളെ നിഗ്രഹിക്കുന്നതില് നിപുണനാണ് ആര്? ഭഗവാൻ. ശത്രുക്കളെ കൈ കിട്ടിയ അതോടെ അവരുടെ കഥ കഴിഞ്ഞു, അല്ലേ. അപ്പൊ അതുകൊണ്ട് ആ ഒരു പേരിവിടെ ആര് എടുത്തു കാണിച്ചിരിക്കുന്നു? അർജുനൻ വിളിച്ചിരിക്കുകയാണ്, മധുസൂദന എന്ന് ഭഗവാനെ വിളിച്ചിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, പൂജാർഹരായ ഭീഷ്മരെയും ദ്രോണരെയും പോലുള്ളവർക്കെതിരെ ഞാൻ എങ്ങനെ അസ്ത്രങ്ങളാൽ തിരിച്ചടിക്കും എന്നാണ് ഭഗവാനോട് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഭാവാർത്ഥത്തില് ശ്രീല പ്രഭുപാദര് പറയുന്നു, യഥാർത്ഥത്തില് ബഹുമാന്യരായ ഭീഷ്മപിതാമഹനെയും ദ്രോണാചാര്യരെയും പോലുള്ള ഗുരുജനങ്ങൾ എന്നെന്നും പൂജനീയരാണ്, അല്ലേ. അപ്പൊ ദ്രോണരും ഭീഷ്മരും സാധാരണ പോലെയുള്ള വ്യക്തികളാണോ? അല്ല. അപ്പൊ അർജുനൻ ഇവിടെ ഇത് എടുത്തു കാണിച്ചിട്ടുണ്ട്, ഇല്ലേ. ഞാൻ എങ്ങനെ അവരോട് അസ്ത്രങ്ങളാൽ അവരോട് എതിരിടും, ഒരിക്കലും അത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെയാണ് ആര് പറയുന്നു? അർജുനൻ ഭഗവാനോട് പറയുകയാണ്, ഇല്ലേ. വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് എതിർത്താലും അവർക്കെതിരോട്, ചിലപ്പോ അവര് നമ്മളോട് ഇങ്ങോട്ട് എതിർത്ത് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾ തിരിച്ച് അങ്ങോട്ട് അവരോട് എതിരിടാൻ പാടില്ല എന്നിവിടെ അർജുനൻ ഭഗവാനോട് പറഞ്ഞ് കേൾപ്പിക്കുകയാണ്. അപ്പൊ ഗുരുജനങ്ങളോട് വാക്സമരത്തിൽ പോലും ഏർപ്പെടരുതെന്നാണ് സാമാന്യ മര്യാദ, ഇല്ലേ. അവർ ചിലപ്പോൾ പരുഷമായി പെരുമാറിയേക്കാം. ഗുരുജനങ്ങൾ ചിലപ്പോൾ നമ്മളോട് തിരിച്ച് പരുഷമായിട്ടൊക്കെ ചിലപ്പോൾ പെരുമാറിയേക്കാം, എങ്കിലും തിരിച്ചങ്ങനെ ചെയ്തുകൂടാ. അപ്പോൾ അർജുനൻ എങ്ങനെ അവരുടെ നേർക്ക് അമ്പെയ്യും? ഇതൊരു ചോദ്യമാണ്. അങ്ങനെ അമ്പെയ്യാൻ പാടുണ്ടോ?
ഗുരുജനങ്ങളുടെ കമ്പ് ചെയ്യാൻ പാടുണ്ടോ? ചെയ്യാൻ പാടുണ്ടോ എന്നിവിടെ ആര് പറയുന്നു? കഴിഞ്ഞ ശ്ലോകത്തിനകത്ത് കൃഷ്ണൻ എന്താ പറഞ്ഞ അർജുനൻ? എഴുന്നേൽക്കൂ, ഈ ദൗർബല്യമാണ് ഇതൊക്കെ. ഇല്ലേ? നീ എഴുന്നേൽക്കൂ, യുദ്ധം ചെയ്യൂ എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഇത് രണ്ടും കൂടെ എങ്ങനെ ശരിയാവും? ഒരാൾ പറയുന്നു യുദ്ധം ചെയ്യൂ, ഒരാൾ പറയുന്ന ഞാൻ എങ്ങനെ അവർക്കെതിരായിട്ട് അസ്ത്രങ്ങളാൽ തിരിച്ചടിക്കും, എങ്ങനെ ചോദിക്കും? അപ്പൊ ഇത് രണ്ടും നമുക്കിവിടെ ഇതിലേതാണ് ശരിയെന്നുള്ളതാണ് ഇപ്പൊ ഇവിടെ വിഷയം, ഇല്ലേ? ഭഗവാൻ എന്ന് പറയുന്നു, അർജുനൻ മറ്റൊന്ന് പറയും, ഇല്ലേ? ഇതിലേതാണ് ശരിയെന്ന് നമ്മളെങ്ങനെ മനസ്സിലാക്കും? ഇല്ലേ? യുദ്ധം ചെയ്യണോ അർജുനൻ? യുദ്ധം ചെയ്യണോ വേണ്ടയോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇല്ലേ? അപ്പൊ എന്നിട്ട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. ആരോട്? കൃഷ്ണനോട്. എന്താണ്? കൃഷ്ണനോട് ചോദിക്കുകയാണ്, തന്റെ പിതാമഹനായ ഉഗ്രസേനനെയോ ഗുരുവായ സാന്ദീപനി മുനിയെയോ എതിർക്കാൻ കൃഷ്ണൻ തുനിയുമോ? കൃഷ്ണൻ അങ്ങനെ ചെയ്യുമോ? ഗുരുക്കന്മാർ അപ്പൊ അത്രയും പ്രാധാന്യമുള്ളവരാണ് എന്നിവിടെ എടുത്തു കാണിക്കുകയാണ്, അല്ലെ? അപ്പൊ ഗുരുജനങ്ങൾ എപ്പോഴും പൂജനീയർ തന്നെയാണ്. അതുകൊണ്ടാണ് ഇവിടെ അതിൽ ആ ശ്ലോകത്തിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? പൂജാർഹാവരിസൂദന കൊടുത്തിട്ടില്ലേ? അല്ലേ? പൂജാർഹരാണ് അവര്, അല്ലേ? അപ്പൊ ശ്രേഷ്ഠരായ വ്യക്തികൾ എപ്പോഴും ഉന്നതമായ നിലയിൽ തന്നെയാണ്. അപ്പൊ അവരോട് നമ്മൾ ഇടപെടുന്നതൊക്കെ വളരെ ബഹുമാനത്തോടും, അല്ലേ, അങ്ങനെ ആദരവോടും കൂടി ആയിരിക്കണം അവരോട്. അപ്പൊ അർജുനൻ ഇവിടെ പറയുന്നത് അവരെ കൊല്ലാൻ പാടുണ്ടോ എന്നുള്ളതാണ്. യുദ്ധത്തിൽ ചിലപ്പോൾ അവര് അസ്ത്രങ്ങളാൽ തിരിച്ചടിക്കുമ്പോൾ ചിലപ്പോൾ വധിക്കപ്പെട്ടേക്കാം, അല്ലേ? അവര് മരിച്ചു പോകാൻ ചാൻസ് ഉണ്ട്, അല്ലേ? അപ്പൊ അത് ആരെ നേരത്തെ മുൻകൂട്ടി കാണുന്നു? അർജുനൻ അത് മുൻകൂട്ടി കണ്ടാണ് കൃഷ്ണനോട് സംസാരിക്കും. യുദ്ധം നടന്നോ? ഇവിടെ നടന്നിട്ടില്ല. അവൻ മുമ്പ് കൂട്ടി തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഭഗവാനോട് പറഞ്ഞ് കേൾപ്പിക്കുകയാണ് അർജുനൻ, അല്ലേ? അപ്പൊ അതുകൊണ്ട് തിരിച്ചും ചോദിച്ചു, സാന്ദീപനി മുനി ആരുടെ ഗുരുവാണ്? ഭഗവാന്റെ, കൃഷ്ണന്റെ ഗുരുവാണ്. അങ്ങ് അങ്ങനെ ഗുരുവിനെതിരായിട്ട് യുദ്ധം ചെയ്യും. സാന്ദീപനി മുനി ഇവിടെ യുദ്ധകളത്തിലുണ്ടോ? ഉണ്ടോ? എങ്കിലും അർജുനൻ അങ്ങനെ ചോദിച്ചില്ലേ? അതെന്തുകൊണ്ട്? ആ ഗുരുക്കന്മാരുടെ പ്രാധാന്യത്തെയാണ് അർജുനൻ ഇവിടെ ഭഗവാനോട് പറഞ്ഞ് കേൾപ്പിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തില് ഗുരുക്കന്മാർ വളരെ ശ്രേഷ്ഠത തന്നെയാണ്, അതിലൊരു സംശയവുമില്ല. പക്ഷേ ശരിയായ ഗുരുക്കന്മാർ ആരായിരിക്കണം? ഇല്ലേ? ഇവിടെ കഴിഞ്ഞുപോയ പിന്നീട് വരുന്ന ശ്ലോകങ്ങളിലൊക്കെ നമുക്ക് ഇനി കാണാൻ കഴിയും. എന്താണ്? അപ്പൊ യഥാർത്ഥ ഗുരു അപ്പം ആരാണെന്നുള്ളതാണ് ഇവിടെ ഒരു വിഷയം, ഇല്ലേ? അർജുനൻ വാദിക്കുന്നു, കൃഷ്ണനോടും പറയുന്നു, ഭഗവാനെ അങ്ങയുടെ ഗുരുവിനെ അങ്ങ് പിന്നീട് കൊല്ലുമോ, അല്ലെങ്കിൽ തിരിച്ച് എന്തെങ്കിലും യുദ്ധത്തിലൊക്കെ അങ്ങനെ ചെയ്യുമോ എന്തൊക്കെ ചോദിക്കുന്നു. യഥാർത്ഥത്തിൽ സാന്ദീപനി മുനി ഇവിടെ കുറ്റകളത്തിലുണ്ടോ? ഇല്ല. എന്നിട്ടും ചോദിച്ചില്ലേ? ഇല്ലേ? അപ്പൊ ഗുരുക്കന്മാരുടെ മാഹാത്മ്യത്തെയാണ് അവിടെ എടുത്തു കാണിക്കുന്നത്. ആര്? അർജുനൻ, അല്ലെ? എടുത്തു കാണിക്കുകയാണ്. അതുകൊണ്ട് ഭഗവാനോട് അങ്ങനെ പറഞ്ഞു കേൾപ്പിക്കുകയാണ്. അതുകൊണ്ട് ഒരിക്കലും അവരെ യുദ്ധത്തില് വധിക്കാൻ പാടില്ല, അവരോട് യുദ്ധം ചെയ്യുന്നത് പോലും ശരിയല്ല എന്നൊക്കെ അർജുനന്റെ വാദങ്ങളാണ്. അപ്പോൾ ഇവിടെ ഭഗവാൻ ഇവിടെ പറയുന്നത് എന്താണ്? അപ്പോ അടുത്ത ശ്ലോകത്തിനകത്ത് അടുത്ത ആഴ്ചയിൽ നമ്മൾ കാണും അതിന്റെ തുടർന്നുള്ള കാര്യങ്ങള്. ആ 5-ാമത്തെ ശ്ലോകത്തിനകത്ത് തന്നെ വീണ്ടും, അല്ലേ, അർജുനൻ സംസാരിക്കുകയാണ് തുടർന്ന്, അല്ലേ? വീണ്ടും തുടർന്ന് സംസാരിക്കുന്നുണ്ട് 5-ാമത്തെ ശ്ലോകത്തിനകത്ത്. അങ്ങനെ ഭഗവത്ഗീത തുടർന്നുള്ള പല പല വിഷയങ്ങളെ കുറിച്ചും ഭഗവത്ഗീതയില് ചർച്ച നടക്കുന്നുണ്ട്, ഇല്ലേ? അപ്പൊ യഥാർത്ഥത്തില് ഇവിടെ ചെറിയൊരു ഭാവാർത്ഥമാണ് ശ്രീല പ്രഭുപാദര് ഈ ശ്ലോകത്തിന് കൊടുത്തിട്ടുള്ളത്, അല്ലേ? നമുക്ക് കാണാൻ പറ്റും. അപ്പോ അതില് പിന്നീട് കൂടുതലായിട്ട് പിന്നീട് മറ്റു വിവരങ്ങളെ കുറിച്ചൊന്നും ശ്രീല പ്രഭുപാദര് ഇവിടെ അതിന്റെ വിവരണങ്ങളൊന്നും നൽകിയിട്ടില്ല, അല്ലേ? പക്ഷെ അർജുനൻ ഇവിടെ എടുത്തു കാണിക്കുന്നുണ്ട് ഗുരുക്കന്മാരുടെ ആ പ്രാധാന്യത, അവരെ പൂജാ അർഹരാണ്. അപ്പൊ അത് സത്യമായ ഒരു കാര്യമാണ്. അർജുനൻ അതൊക്കെ മനസ്സിലാക്കിയ ആളായതുകൊണ്ട് ആ കാര്യത്തെ നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കണം. പക്ഷെ ഗുരുക്കന്മാര്
ശരിയായ ഗുരു യഥാർത്ഥത്തില് യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യേണ്ടത്? യഥാർത്ഥത്തിൽ ഒരു ആധ്യാത്മികമായ ഗുരുവിന്റെ ഉത്തരവാദിത്വം എന്തായിരിക്കണം? ഇല്ലയോ? പ്രജകളെ അല്ലെങ്കിൽ ശിഷ്യന്മാരെയൊക്കെ പിന്നീട് ഗുരുജനങ്ങള് എന്താണ് ചെയ്യേണ്ടത്? ആധ്യാത്മികമായ ജീവിതം നയിക്കുന്നതിന് അനുയോജ്യമായ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും അവരെ ഭഗവാനിലേക്ക് അടുപ്പിക്കുകയാണ് യഥാർത്ഥത്തില് ചെയ്യേണ്ടത്. യഥാർത്ഥത്തില് ഒരു ശരിയായ ഗുരുവിന്റെ ലക്ഷ്യം അതായിരിക്കണം, അല്ലേ? ശിഷ്യന്മാരെ എല്ലാം യഥാർത്ഥത്തില് ഭഗവാനിലേക്ക് അടുക്കുന്നതിന് അനുയോജ്യമായ സാഹചര്യങ്ങളിൽ അവരെയും വ്യാപൃതരാക്കുകയാണ് വേണ്ടത്, ഇല്ലേ? അപ്പൊ അതാണ് യഥാർത്ഥത്തിൽ വേണ്ടത് നമുക്ക്. അപ്പൊ അതുകൊണ്ട് പിന്നീട് ഇവിടെ ഗുരുജനങ്ങളായ ദ്രോണരും ഭീഷ്മരും അത്തരത്തില് അവരോട് പെരുമാറിയോ എന്നുള്ള ഒരു കാര്യം നമുക്ക് തുടർന്നുള്ള ശ്ലോകങ്ങളിൽ കാണാൻ കഴിയും. നമുക്ക് വായിക്കുമ്പോൾ അല്ലാതെ കാണാൻ കഴിയും എന്താണെന്നുള്ളത്. അടുത്ത ശ്ലോകത്തിലൊക്കെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അപ്പോ ഇതിൽ നിന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ജീവിതത്തില് നമുക്കിന്ന് ഒരു ചെറിയ ഒരു പാർപ്പോട്ടാണ് ശരിക്കും കൊടുത്തത്. നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. യഥാർത്ഥത്തില് ഗുരുക്കന്മാരുടെ പ്രാധാന്യത്തെ ഇവിടെ എടുത്ത് വളരെ ഇതായിട്ട് ഭഗവാനോട് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത് പോലെയാണ് അർജുനൻ സംസാരിച്ചത്, അല്ലേ? യഥാർത്ഥത്തില് ഭഗവാന്റെ ഗുരു ഇവിടെ ഉണ്ടോ യുദ്ധകളത്തില്? ഇല്ല. എങ്കിൽ പോലും ആ ഗുരുവിന്റെ മഹാത്മ്യത്തെ ഇവിടെ എടുത്തു കാണിച്ചു. ആര്? അർജുനൻ, അല്ലേ? ഭഗവാനോട് തിരിച്ചു ചോദിക്കുകയും ചെയ്തു, അങ്ങ് ചെയ്യുമ്പോ ഗുരുവിന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യും, ഇല്ലേ? അപ്പൊ യഥാർത്ഥത്തില് ആധ്യാത്മിക ഗുരു വളരെ പ്രാധാന്യപ്പെട്ട ഒരു വ്യക്തിയാണ്, ഇല്ലേ? അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം, ഇല്ലേ? ആ ഗുരുവിന്റെ പ്രാധാന്യം വളരെ ശ്രേഷ്ഠമാണ്. അപ്പൊ അത്തരത്തിലുള്ള ഗുരുക്കന്മാരുടെ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് യുദ്ധം ചെയ്യുന്നതിലാണ് ഇവിടെ ആർക്കും വിഷമമായിട്ടിരിക്കുന്നത്? അർജുനൻ അതാണ് ഇവിടെ പറയുന്നത്. മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും ഇവിടെ എടുത്തു കാണിക്കുന്നില്ല, അല്ലേ? ഇപ്പൊ അർജുനൻ ഇപ്പൊ അതേയാണ് ഇവിടെ ഒരു വിഷയമായിട്ടിരിക്കുന്നത്. ഇവരൊക്കെ അവരോടും കൂടി യുദ്ധം ചെയ്യേണ്ടി വരെയല്ലേ എനിക്ക്, അല്ലേ? അതാണ് ഇപ്പൊ അർജുനൻ ഇവിടെ വിഷമസന്ധിയിൽപ്പെട്ടിരിക്കുന്നത്, ഇല്ലേ? അത് തിരിച്ച് ഭഗവാനോട് ചോദിക്കുകയും ചെയ്തു, അങ്ങയുടെ ഗുരുവിനോട് അങ്ങ് യുദ്ധം ചെയ്യുമോ, അല്ലെങ്കിൽ അത് വധിക്കാനായിട്ട് ഇടപെടുമോ എന്നൊക്കെ ചോദ്യങ്ങൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗുരു വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഭഗവാന്റെ ഗുരുവിനെ പേര് പറഞ്ഞിവിടെ എടുത്ത് കാണിച്ചു. ആര്? ചോദിച്ചില്ലേ, ഇല്ലേ? യഥാർത്ഥത്തിൽ സാന്ദീപനി മുനി ഇവിടെ ഉണ്ടോ യുദ്ധകാലത്തില്? ഇല്ല, ഇല്ലേ? അപ്പൊ കൃഷ്ണൻ അത് ചെയ്യുമോ? അപ്പൊ എന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറയുന്നത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം. അപ്പോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, യഥാർത്ഥത്തില് ആധ്യാത്മികമായ കാര്യങ്ങള് ശരിയായ വിധത്തിൽ പഠിക്കേണ്ടത് ഒരു വലിയ വിഷയമാണ്. ഇത് അർജുനന്റെ ഈ ചോദ്യത്തിനൊക്കെ നമുക്ക് എങ്ങനെ മറുപടി കണ്ടെത്താൻ പറ്റും? ഇതിന് മറുപടി ആര് തന്നെ പറയണം? ഭഗവാൻ തന്നെ പറയണം. അല്ലാതെ നമുക്കിത് ശരിയായ വിധത്തിൽ മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും, ഇല്ലേ? അപ്പൊ ഗുരു യഥാർത്ഥത്തില് നമുക്ക് ശരിയായ വഴി കാണിച്ചു തരുന്ന ആളാണ്. ഇപ്പോഴിവിടെ യഥാർത്ഥത്തില് പിന്നീട് അർജുനന്റെ പിന്നീട് ഗുരുവായി ഭഗവാൻ മാറിക്കഴിഞ്ഞോ? ഇല്ല, ഇല്ലേ? ഭഗവാനില് ശരണം പ്രാപിച്ചോ അർജുനൻ? ഇപ്പോഴ് പ്രാപിച്ചിട്ടില്ല. ഇനി വരുന്ന ശ്ലോകങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്? അർജുനൻ ഭഗവാനില് സമർപ്പണം ചെയ്ത് എനിക്ക് ശ്രേഷ്ഠമായ കാര്യങ്ങളൊക്കെ എന്നെ ഗുരുവായി സ്വീകരിക്കണമെന്നും മറ്റും കൃഷ്ണനെ തന്നെ ഗുരുവായിട്ട് സ്വീകരിക്കണം. ആര്? അർജുനൻ, ഇല്ലേ? അതിനുശേഷമാണ് ഭഗവാൻ ഗീതോപദേശം 18 അധ്യായങ്ങളുള്ള ഗീതോപദേശം ആർക്ക് നൽകിയത്? അല്ലെ? ശിഷ്യന് ഗുരുവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് ഭഗവാൻ ഇത്തരത്തിലുള്ള ചർച്ചകളെല്ലാം ഭഗവത്ഗീതയിൽ നടത്തിയിരിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത്, യഥാർത്ഥത്തില് ആധ്യാത്മിക ഗുരു ഇല്ലാതെ നമുക്ക് ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട വിഷയങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ആ ഗുരുക്കന്മാരുടെ പ്രാധാന്യത്തെ ഇവിടെ അർജുനൻ പൂജാർഹരാണെന്നും ഒക്കെ എടുത്തു കാണിച്ചിരിക്കുകയാണ്, ഇല്ലേ?
അല്ലെ? അപ്പൊ യഥാർത്ഥത്തിലുള്ള ഗുരു ആരാണ്, എന്താണെന്നെല്ലാം നമുക്ക് ഇനി വരുന്ന ശ്ലോകങ്ങളിലെ ഭാവാർത്ഥങ്ങളിൽ നിന്നും നമുക്ക് പഠിക്കുമ്പോൾ കാണാൻ കഴിയും. അപ്പോ ഗുരു വളരെ പ്രധാനപ്പെട്ട പൂജനീയരാണ് യഥാർത്ഥത്തിൽ ആര്, അല്ലേ? ഗുരുക്കന്മാര്, അല്ലേ? അപ്പോ ആധ്യാത്മിക ഗുരു നമുക്ക് എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്നെല്ലാം നമുക്ക് ഇനി വരുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അനേകം പിന്നീട് ഗുരുക്കന്മാരെല്ലാം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ എന്താണ്, എങ്ങനെയാണ്, ഏതൊക്കെ വിഷയങ്ങളാണ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ഇല്ലേ, എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ? ആണോ? അല്ലേ? നമ്മള് വിദ്യാഭ്യാസം നടത്തുമ്പോൾ സ്കൂളിൽ നമുക്ക് ഗുരുക്കന്മാരുണ്ട്. അപ്പം അവരും പിന്നീട് അത്തരത്തിലുള്ള ഗുരുക്കന്മാരും ആധ്യാത്മിക ഗുരുവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇതൊക്കെ നമുക്ക് അറിയാമോ? ഇപ്പൊ നമുക്കും പല ഗുരുക്കന്മാരില്ലേ? ഇല്ലേ? നമുക്ക് അവരൊക്കെ ബഹുമാന്യര് തന്നെയാണ്, അല്ലേ? പൂജനീയരൊക്കെയാണ്, അല്ലേ? അങ്ങനെ ആയിരുന്നിട്ടും യഥാർത്ഥത്തില് ഇതുവരേക്കെങ്കിലും നമുക്ക് അവര് ഈ ഈശ്വരനുമായി ബന്ധപ്പെടുത്തുന്ന വിധത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പോ യഥാർത്ഥ ഗുരുക്കന്മാര് ശരിക്കും ആരെ കാണിച്ചു തരുന്ന ആളാണ് യഥാർത്ഥ ഗുരു? ഭഗവാനെ കാണിച്ചു തരുന്ന ആളാണ് യഥാർത്ഥത്തിലുള്ള ശരി. ആ ഗുരു എന്നുള്ള ആ വാക്കിന് ശരിക്കും യോജിക്കുന്നത് ഭഗവാനുമായി ബന്ധപ്പെടുത്തുന്ന, ശിഷ്യന്മാരെ കൃഷ്ണനുമായിട്ട് ബന്ധപ്പെടുത്തുന്ന ആളാണ് യഥാർത്ഥ ആധ്യാത്മിക. അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അപ്പോ അതുകൊണ്ട് നമുക്കിവിടെ ഇത്തരത്തിൽ ഒരു ഗുരു പരമ്പരയുമായി ബന്ധപ്പെട്ട പിന്നീട് ഈ ഭഗവത്ഗീത പഠിക്കുന്നതിനും ഉള്ള ഒരു അവസരം കിട്ടിയത് കൊണ്ട് നമ്മളൊക്കെ വളരെ ഭാഗ്യം ചെയ്തവരാണ്, അല്ലേ? സംശയമുണ്ടോ? അല്ലേ? നമ്മൾ വളരെ ഭാഗ്യം ചെയ്തവരാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ധാരാളം ആൾക്കാര് യഥാർത്ഥത്തില് പിന്നീട് യഥാർത്ഥ ഗുരു ആരാണെന്ന് പലർക്കും അറിയില്ല. ഇതൊരു സത്യമാണ്. ഗുരുക്കന്മാരെന്ന് പറയുമ്പോൾ പല വിധത്തിലുണ്ട്. അപ്പൊ യഥാർത്ഥ ഗുരു ആരാണ്, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട്. അപ്പൊ ഭഗവത്ഗീതയില് പിന്നീട് ഒരു ശ്ലോകത്തിന്റെ അകത്ത് തന്നെ പറയുന്നുണ്ട്, ഏവം പരമ്പരാപ്രാപ്തം ഇമം രാജർഷയോ. ഇത് അർജുന, കൃഷ്ണൻ പറയുന്നു. ആരോട്? അർജുനോട് തന്നെ പറയുന്നു. ഒരു പരമ്പരയിലൂടെയാണ്, ഒരു ഗുരു പരമ്പരയിലൂടെയാണ് ഇത്തരത്തിലുള്ള ഈ ഭഗവാനെ കുറിച്ചുള്ള, ഈശ്വരനെ കുറിച്ചുള്ള ഈ ഒരു അറിവ് നമുക്ക് ലഭിക്കുന്നത് എന്ന് ഭഗവത്ഗീതയില് ശ്ലോകത്തിനകത്ത് ആര് പറഞ്ഞിട്ടുണ്ട്? കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കിനി വരുന്ന അധ്യായങ്ങളിൽ അതൊക്കെ കാണാൻ കഴിയും. അപ്പോ യഥാർത്ഥത്തില് ആ ഭഗവാനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ധാരാളം ഗുരുക്കന്മാര് തന്നെ നമുക്ക് ഉണ്ട്. അപ്പൊ അവരെല്ലാവരും നമുക്ക് ആരെ കാണിച്ചു തരുന്നവരാണ്? കൃഷ്ണനെ, അല്ലെങ്കിൽ കൃഷ്ണനുമായിട്ട് ബന്ധപ്പെടുത്തുന്നു നമ്മൾ, ഇല്ലേ? അപ്പൊ അതുകൊണ്ട് ഗുരുക്കന്മാരുടെ പ്രാധാന്യം വളരെ വലുതാണ്. നമുക്കും അത്തരത്തില് ഒരു ഗുരുപരമ്പരയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തില് ഇതുപോലെ ഒരു സത്സംഗം കൂടാനും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കാനും ഒക്കെ കഴിഞ്ഞതിൽ നിങ്ങൾ സംതൃപ്തരാണോ? ആണോ? എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടോ? വരണമല്ലോ, ഇല്ലേ? അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ വിലപ്പെട്ട സമയം, ഇല്ലേ, നമ്മുടെ ആ പഴയ അവസ്ഥകളിൽ നിന്നൊക്കെ ഇവിടെ സ്ഥിരമായി വരുന്നവർ എത്ര പേരുണ്ട്? എല്ലാവരും സ്ഥിരമായിട്ട് വരുന്നതാണ്. 2 വർഷത്തോളമായി നിങ്ങൾ ഇവിടെ വന്നുകൊണ്ടേയിരിക്കുകയാണ്, അല്ലേ? ഇതിൽ പങ്കെടുക്കുന്നു, അല്ലേ? അതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ വന്നതിൽ? നിങ്ങൾ ഇത്തരത്തിൽ ഇപ്പൊ ഇതുവരെ ഈ 2 വർഷം കൊണ്ട് ഈ ആകെ ഒരു അധ്യായം മാത്രമേ പഠിച്ചോ? അതെന്ത് ഇത്രയും ഇങ്ങനെ? എന്തെങ്കിലും പല കാരണങ്ങളാവാം, അല്ലേ? എന്തായിരുന്നാലും 2 കൊല്ലമായിട്ട് വരാനുള്ള ഒരു അവസരം ഉണ്ടായതിൽ വളരെ ഭാഗ്യം തന്നെയാണ്. അതിന് പുറകിലുള്ള ഭഗവാന്റെ അനുഗ്രഹമാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും കൃഷ്ണന്റെ അനുഗ്രഹം ഉള്ളവരാണ്. കാരണം ഭഗവാനുള്ള മുന്നിൽ തന്നെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തുടർന്ന് നമ്മൾ ഇവിടെ ഈ കരയോഗത്തില് സത്സംഗം വളരെ നന്നായി നടത്തണം. ധാരാളം പേര് നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ഇവിടെ വരും.
ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് പരസ്പരം ചർച്ച ചെയ്ത് പഠിക്കാൻ കഴിയും. അപ്പൊ അത് വളരെ ജീവിതത്തിന്റെ വളരെ മഹത്തായ ഒരു കാര്യമാണ്. അത് നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല. തീർച്ചയായും എല്ലാവരും അടുത്ത ആഴ്ചകളിലൊക്കെ ആ സമയം ഒക്കെ കണ്ടെത്തി വളരെ കൃത്യസമയത്ത് തന്നെ വരാൻ ശ്രമിക്കണം. പിന്നെ അതിനുപരിയായി ഇവിടെ പ്രധാനമായിട്ടും നമുക്ക് നാമജപം, ഭഗവാന്റെ നാമജപം ചെയ്യുന്നുണ്ടല്ലോ. ഉണ്ടോ? നാമജപം ഉണ്ടോ? ഉണ്ടോ? നാമം ജപിക്കുന്നവർ എത്ര പേരുണ്ട്? ഇപ്പൊ നാമജപം നിർത്തിയോ? മുടങ്ങിപ്പോയി അല്ലേ? കുറച്ച് മുടങ്ങിപ്പോയി. അപ്പൊ അത് തുടർന്ന് നമുക്കത് ശരിക്കും ഇത് കൊണ്ടുപോകണ്ടേ ശരിയായിട്ട് അല്ലേ? വേണം വേണം വേണം. അത് വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് നമ്മള് ഗുരുക്കന്മാരില്ലാതെയൊക്കെ നമ്മള് ഇങ്ങനെ ഒരു ജീവിതം ചിട്ടപ്പെടുത്താതെ ഒക്കെ ജീവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ലക്ഷ്യമില്ലാത്ത ഒരു യാത്രയായി, ജീവിതയാത്ര ലക്ഷ്യമില്ലാത്ത ഒരു ഒരു ഇതായിപ്പോകും. മറ്റേത് നമുക്ക് ഇത്തരത്തിലുള്ള സത്സംഗവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുകയും കേൾക്കുകയും അതനുസരിച്ചിട്ടുള്ള ഒരു ജീവിതത്തിനെ ചിട്ടപ്പെടുത്തുകയാണെങ്കിൽ ജീവിതത്തിനകത്ത് നമുക്കൊരു ചിട്ട ഉണ്ടാവും, ഒരു ലക്ഷ്യം ഉണ്ടാവും, ഇല്ലേ? അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒരു ലക്ഷ്യമില്ലാത്ത ഒരു ജീവിതം സുഖകരമായിരിക്കുമോ? ഇല്ലേ? ഒരു ലക്ഷ്യമില്ലാതെ ജീവിക്കുന്നത് കൊണ്ട് നമുക്കൊരു സുഖം ഉണ്ടാവാൻ തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ട് വളരെ പ്രാധാന്യമുള്ളതാണ്. പിന്നെ ഭഗവത്ഗീത നന്നായി പഠിക്കുക. അപ്പൊ എല്ലാ ആഴ്ചയിലും കൃത്യമായ സമയത്ത് വരാനുള്ള ശ്രമം നടത്തുക. നമുക്ക് പിന്നീട് നാമജപം വളരെ പ്രാധാന്യമാണ്. നാമജപം നമുക്ക് ഈ കലികാലത്തില് ശ്രീഹരിയുടെ നാമം ജപിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്, ഇല്ലേ? മാലയെ കൊണ്ട് എല്ലാവരും കഴിഞ്ഞ ആഴ്ചയൊക്കെ മാലയൊക്കെ തന്നല്ലോ നിങ്ങൾക്ക്, അല്ലേ? നാമജപ മാലയൊക്കെ പ്രഭു അന്ന് വന്നപ്പോൾ ഞാൻ കണ്ടതാണ്. അപ്പൊ നാമജപത്തിനുള്ള മാല കൊണ്ടുവരിക, നാമജപം ചെയ്യുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മളെ ശരിയായ വിധത്തിൽ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന്റെ പുരോഗമനത്തിൽ നമ്മളെ സഹായിക്കുന്നതാണ്. നാമജപം നമ്മൾ മുടങ്ങാതെ ചെയ്യുക, അല്ലേ? ഒരു മാലയിൽ എത്ര മുത്തുകളാണുള്ളത്? 108 മുത്തുകളുണ്ട്, ഇല്ലേ? അപ്പൊ 108 പ്രാവശ്യം പറയുമ്പോൾ ഒരു മാല പൂർണ്ണമാകും, ഇല്ലേ? അങ്ങനെ നമുക്ക് എത്ര മാല വേണമെങ്കിലും ജപിക്കാം, ഇല്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള ആധ്യാത്മികമായ കാര്യങ്ങള് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതം ശരിക്കും നല്ലതാണോ? ഇല്ലേ? ധാരാളം പേര് അങ്ങനെയൊക്കെ പറയുന്നവരൊക്കെ വരും, ഇല്ലേ? ഇതിന്റെ ഒന്നും ആവശ്യമില്ല, അല്ലാതെയൊക്കെ തന്നെ നമ്മളെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ, അതാണ് എന്നൊക്കെ ഇങ്ങനെ പല അഭിപ്രായം. അപ്പൊ അത് ശരിയായ ഒരു രീതിയാണോ അങ്ങനെ പറയുന്നത്? നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ്? ആണോ? ആണോ? എനിക്കത് അത്ര ശരിയാണെന്ന് തോന്നുന്നില്ല. കാരണം ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്, ഗുരുവിനെ വേണം നമുക്ക്. ആധ്യാത്മികമായ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ജീവിതത്തിൽ മനുഷ്യജന്മത്തിൽ നമ്മൾ അത് അനുഷ്ഠിക്കണം, ഇല്ലേ? അല്ലെങ്കിൽ ഒരു ലക്ഷ്യമില്ലാത്ത രീതിയിൽ മൃഗീയമായ ഒരു ജീവിതം, മൃഗങ്ങൾക്ക് ഒരു ലക്ഷ്യവും വല്ല ലക്ഷ്യമുണ്ടോ? ഇല്ലേ? അവര് ഒരു വല്ലാത്തൊരവസ്ഥയിലാണ്. അപ്പൊ അതേപോലെ നമ്മളും ജീവിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? ഇല്ല, അല്ലേ? അപ്പൊ അതാണ് ഒരു വല്ലാത്തൊരവസ്ഥയിൽ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിന്റെ ഗൗരവം എന്താണെന്ന് ശരിക്കും ഭഗവത്ഗീത പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. തുടർന്നുള്ള പഠനത്തില് നമുക്ക് ഈ ആധ്യാത്മികമായ പഠനത്തിന്റെ ഗൗരവം എന്താണെന്ന് നമുക്ക് ബോധ്യപ്പെടും, ഇല്ലേ? നമ്മൾ വഴിതെറ്റി പോകാനുള്ള ചാൻസ് ഇല്ല. എന്തുകൊണ്ടാണ്? ശരിയായ ആ ഗുരുപരമ്പരയുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിലാണ് നമ്മൾ ഇത് കൈകാര്യം ചെയ്ത് വരുന്നത് കൊണ്ട് നമുക്ക് ഒരിക്കലും വഴിതെറ്റി പോകാനുള്ള ചാൻസ് ഇല്ല. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഈ ഭഗവാന്റെ അനുഗ്രഹം ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. തുടർന്നും നമുക്ക് വരുന്ന ആഴ്ചകളിലൊക്കെ കൃത്യമായിട്ടും ഇത്തരത്തിലുള്ള സത്സംഗത്തിൽ പങ്കെടുക്കാനും അതിനുള്ള അവസരം ആര് തരട്ടെ? കേരളാതിഥ്യപ്പെടുത്ത ശ്രീകൃഷ്ണ ഭഗവാൻ, അല്ലേ? അതിനുള്ള അവസരങ്ങൾ തരുന്നതിന് വേണ്ടി നമ്മൾ അദ്ദേഹത്തിനോട് നാമം ജപിച്ച് പ്രാർത്ഥിക്കുക. അപ്പൊ നാമജപം ഇല്ലെന്നുണ്ടെങ്കിൽ ഭഗവാൻ നമ്മളെ ശ്രദ്ധിക്കും. നാമജപം ഇല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിക്കൂ. ഭഗവാനോട് ഇവിടെ ഇപ്പൊ ആര് സംസാരിക്കുന്നുണ്ട്? പറയൂ. ഈ ശ്ലോകത്തിൽ സംസാരിച്ചത് ആരാണ്? അർജുന ഉവാച, ഇല്ലേ? കഥം ഭീഷ്മമഹം സാങ്കേ ദ്രോണം ച മധുസൂദന വിഷുവി പ്രതിയോത്സാമി പൂജാ വരിസൂദന, ഇല്ലേ? ആരോട് സംസാരിച്ചു? ആര്? ഇല്ലേ? അല്ലേ? അപ്പൊ
അപ്പൊ അതുപോലെ നമ്മളും ഭഗവാന്റെ നാമം ജപിച്ച് ഭഗവാനുമായി ബന്ധപ്പെടുകയാണെങ്കിൽ നമുക്ക് വേണ്ടതെല്ലാം ആര് പറഞ്ഞു തരും? ഭഗവാൻ പറഞ്ഞു തരും. അതിനുള്ള അവസരം ആര് തന്നെ ഉണ്ടാക്കും, ഇല്ലേ? അപ്പൊ ഈ സത്സംഗം ശരിയായ വിധത്തിൽ തുടർന്ന് നന്നായി എല്ലാവർക്കും അതിനുള്ള അനുഗ്രഹങ്ങളും കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും എന്ത് ചെയ്യണം? ഭഗവാനോട് നാമം ജപിച്ച്, ഇല്ലേ, പ്രാർത്ഥിച്ചേ പറ്റൂ. ഇവിടെ അർജുനനും അത് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, ഇല്ലേ? അർജുനന്റെ എല്ലാ വിഷമങ്ങളും ഇപ്പൊ ആരോട് പറയുകയാണ്? ഭഗവാനോട് പറഞ്ഞ് കേൾപ്പിക്കുകയാണ്, അല്ലേ? അപ്പൊ അതിനുള്ള പരിഹാരങ്ങൾ ആര് കൊടുക്കും? ഭഗവാൻ തന്നെ കാണിച്ചു കൊടുക്കും, അല്ലേ? ഇനി അങ്ങോട്ട്, അല്ലേ? അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മളും കൃഷ്ണനെ വിട്ടിട്ടുള്ള ഒരു ജീവിത രീതി എപ്പോഴും നമുക്കത് അനുയോജ്യമായതല്ല. ഇത് നമ്മൾ തിരിച്ചറിയണം. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നാമജപമൊക്കെ ഭംഗിയായി ചെയ്യുക. അപ്പോൾ ഈ ശ്ലോകത്തിന്റെ അകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും അഭിപ്രായങ്ങളോ പറയാനുണ്ടോ? പ്രത്യേകിച്ച് വേറെ കൂടുതലായിട്ട് ഈ ഭാവാർത്ഥം വേറെ ഒന്നുമില്ല, അല്ലേ? ഗുരുജനങ്ങളുടെ പ്രാധാന്യത്തെ ഇവിടെ അർജുനന്റെ അടുത്ത് കാണിച്ചിട്ടുണ്ട്, അല്ലേ? ഗുരുക്കന്മാരെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടോ, പറയാനുണ്ടോ? നിങ്ങൾ ഏതെങ്കിലും ഗുരുക്കന്മാരുടെ അടുത്തൊക്കെ പോയ ആരെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും അഭിപ്രായമുണ്ടോ? പറയൂ, നിങ്ങൾ പറയാം. ഇതിനു മുമ്പ് ഇതുപോലെ ഏതെങ്കിലും എവിടെയെങ്കിലും സത്സംഗത്തിലൊക്കെ പങ്കെടുക്കുകയോ എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടോ നിങ്ങൾക്ക്? ഇല്ല, ഇങ്ങും പങ്കെടുത്തിട്ടില്ല, ഇവിടെ തന്നെയാണ് ആദ്യം. ഏ ആണോ? ശരി, നന്നായി. അത് തുടർന്ന് പോകുന്നതിൽ വളരെ സന്തോഷമായില്ലേ നിങ്ങൾക്ക്? ഇല്ലേ? അത് വേണം. ശരി, നന്നായി. അപ്പോ പിന്നെ വേറെ എന്തൊക്കെ പറയൂ, നിങ്ങൾക്കും പറയാമല്ലോ, ഇല്ലേ? നമ്മളിത് ഭഗവാന്റെ കാര്യങ്ങളല്ലേ, ഇല്ലേ, നമ്മൾ പഠിക്കുന്നത്, ഇല്ലേ? ഈ പോയ ഒന്നാമത്തെ അധ്യായം പഠിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിയും? പറയൂ. ഇപ്പൊ രണ്ടാമത്തെ അധ്യായമാണല്ലോ നമ്മൾ നടക്കുന്നത്. എന്തെങ്കിലും അഭിപ്രായമുണ്ടോ? ഒന്നാമത്തെ അധ്യായത്തിന്റെ അകത്ത് നിങ്ങൾ പഠിച്ചതിൽ പറയും, എന്താണ് നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തൊക്കെ മനസ്സിലാക്കാൻ കഴിയും? പറയും. ആ ആ ആ ഏ അർജുന വിഷാദ യോഗം. വിഷമങ്ങളെല്ലാം ആരോട് പറയുന്നു? ഭഗവാനോട് പറയുന്നു, അല്ലേ? ഒന്നാമത്തെ അധ്യായത്തിന്റെ അകത്ത്, ഇല്ലേ? ഇപ്പൊ നമുക്കും വിഷമമുണ്ട്. നമ്മളപ്പോ ആരോടാ പറയുന്നത്? ഏ ആണോ? കള്ളം പറയരുത്. ഏ ഇല്ലേ? ഏ പിന്നെ വേറെ ഒന്നാമത്തെ അധ്യായത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയൂ. എന്താണ്? ഏ നമ്മളെ ആരെങ്കിലും വഴക്ക് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുവോ? ഏ പെടുവോ? ഏ കൃഷ്ണൻ അർജുനെ വഴക്ക് പറഞ്ഞിട്ടുണ്ടോ? വഴക്ക് പറഞ്ഞിട്ടില്ലേ? ഏ ഉപദേശിക്കുകയാണോ ചെയ്യുന്നത്? ആണോ? വഴക്കൊന്നും പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഏ രണ്ടാമത്തെ ശ്ലോകത്തിനകത്ത് എന്താ പറഞ്ഞത്? അത് എടുക്കും, അത് നമുക്ക് നോക്കാം. മുമ്പിലുള്ള ശ്ലോകങ്ങളല്ലേ പഠിച്ചത്, എന്താ പറഞ്ഞ അതിനകത്ത്? ഇതിപ്പോ ഇന്ന് നമ്മൾ നാലാമത്തെ ശ്ലോകമല്ലേ എടുത്തത്? രണ്ടാമത്തെ ശ്ലോകത്തിന്റെ അകത്ത് എന്താ പറഞ്ഞത്? ഏ ഏ
ആ ആ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അല്ലേ? ശ്രീ ഭഗവാൻ പറഞ്ഞു, പ്രിയപ്പെട്ട അർജുന, നിനക്ക് എവിടെ നിന്നാണ് ഈ മാലിന്യം വന്ന് പെട്ടത്? ജീവിതത്തിന്റെ മൂല്യം എന്തെന്നറിയുന്ന ഒരാൾക്ക് ഇതൊട്ടും യോജിച്ചതല്ല, ഉപരിലോകങ്ങളിലേക്കല്ല, അകീർത്തിയിലേക്കാണ് ഇത് നയിക്കുക. ഇങ്ങനെ പറഞ്ഞില്ലേ? അല്ലേ? ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ആരെങ്കിലും വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടും? ഇഷ്ടപ്പെടും? ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ജോലി നോക്കി പോകാം, ഞാൻ എന്റെ കാര്യം നോക്കിക്കോളാം എന്നൊക്കെ പറയില്ലേ നമ്മൾ തിരിച്ച്? എല്ലാം അറിയാവുന്നുള്ള ഒരു ഭാവത്തിലാണ് അല്ലേ നമുക്ക്? അല്ലേ? അപ്പൊ അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് ഭഗവത്ഗീത പഠിക്കുമ്പോൾ നമ്മളൊരു എന്താ പറയുന്നത്, ഒരു ശരിയായ ഒരു ജീവിത രീതിയിലേക്ക് നമ്മൾ മാറി വരും. അതൊരു വളരെ ഗുണകരമായ ഒരു രീതിയാണ്. പലപ്പോഴും നമുക്ക് നമ്മളെ ശരിയായി ശാസിച്ചാലും ഇനി വരുന്ന പിന്നീട് അർജുനൻ ഭഗവാനോട് പറഞ്ഞ വാക്കെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരുന്ന ശ്ലോകങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താണ്? എന്നെ ശാസിച്ചാലും എന്നെ പഠിപ്പിച്ചാലും. നമുക്ക് ശാസനം ഇഷ്ടമാണോ? ആരെങ്കിലും ശാസിച്ചു കഴിഞ്ഞാൽ പറയാം ഇനി മേലാല് എൻ്റെ അടുത്ത് ഒന്നും പറയാൻ പറ്റും തന്നെ. ഇതല്ലേ നമ്മൾ അർജുനൻ ഭഗവാനോട് എന്താ പറഞ്ഞത്? എന്നെ പഠിപ്പിച്ചാലും എന്നെ ശാസിച്ചാലും ഇല്ലേ? അപ്പോ ഒരു വിധത്തിൽ അല്ലെങ്കിൽ വേറൊരു വിധത്തില് നമുക്ക് അറിവുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കാനെങ്കിലും ഒരു ശ്രമം നടത്തണം, ഇല്ലേ? ഒന്നും അറിയില്ലെങ്കിലും നമ്മൾ എല്ലാം അറിയാവുന്നുള്ള ഒരു വിധത്തിലാണ് പ്രത്യേകിച്ചും മലയാളികൾ. ഒന്നും അറിയില്ലെങ്കിലും എല്ലാം അറിയാവുന്നുള്ള ഒരു പാപത്തിലാണ്. എന്നെ ആരും പഠിപ്പിക്കണ്ട, എനിക്കെല്ലാം അറിയാം. ഇങ്ങനെ ആയാൽ നമ്മൾ നന്നാവോ? ഒരിക്കലും നന്നാവും ഇല്ലേ? അർജുനൻ പറയുന്നുണ്ട്, എന്നെ പഠിപ്പിച്ചാലും ശാസിച്ചാലും എനിക്ക് അനുയോജ്യമായ, എൻ്റെ ശ്രേയസ്സിന് അനുയോജ്യമായതെല്ലാം അങ്ങ് എനിക്ക് പറഞ്ഞു തരണം. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു രീതി. ഈ തരത്തിലായിരിക്കണം ഇല്ലേ? ഭഗവത്ഗീത പഠിക്കാനും കേൾക്കാനും ഒക്കെ വരുമ്പോ നമ്മുടെ ഒരു രീതി ഇതായിരിക്കണം. എന്താണ്? നമുക്ക് ഒന്നും അറിയില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു സത്യമാണ്. അർജുനനെല്ലാം അറിയാം, പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിലും അവസാനം ഈ ഭഗവാൻ പറഞ്ഞു, നിനക്ക് എവിടെ നിന്ന് കിട്ടി ഇത്തരത്തിലുള്ള അല്ലേ ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു രീതി? നിനക്ക് യോജിച്ചതല്ലല്ലോ ഇത്, ഇല്ലേ? ഇത് നിന്നെ അകീർത്തിയിലേക്കാണ്, നിന്റെ കീർത്തി മൊത്തം നഷ്ടപ്പെടുത്തുന്നതാണ് ഇത്തരത്തിലുള്ള നിന്റെ പ്രവർത്തന രീതി, ഇല്ലേ? ഇങ്ങനെയൊക്കെയല്ലേ വഴക്ക് പറഞ്ഞില്ലേ? അല്ലേ? നിന്റെ കീർത്തിയൊക്കെ പോവും, നീ ഇങ്ങനെയാണോ വേണ്ടത് എന്നൊക്കെ ചോദിച്ചല്ലേ വഴക്ക് പറഞ്ഞില്ലേ? ഇല്ലേ കൃഷ്ണൻ? ഇല്ലേ? അപ്പൊ അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കും യഥാർത്ഥത്തിൽ എന്തെങ്കിലും അറിയാമോ എന്നുള്ളത് നമ്മൾ സ്വയം അവരവരുടെ ഉള്ളിലോട്ട് നമ്മൾ തിരിഞ്ഞ് ചോദിക്കേണ്ട ചോദ്യമാണ്, ഇല്ലേ? പലപ്പോഴും നമുക്ക് ഭൗതികമായ അറിവില് കുറ്റം കൊള്ളുന്നവരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരികളായിട്ട്. അല്ലെ? സത്യമല്ലേ അത്? എന്തെങ്കിലും ഒരു ഭൗതികമായ ഒരു അറിവ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ നമ്മൾ എന്ത് പറ്റും? ശരിയ അഹങ്കാരം വരുന്നതോടുകൂടി പിന്നെ ഒന്നും ആരാ നമ്മളെ സഹായിക്കത്തില്ല? ഭഗവാൻ പിന്നെ നമ്മളെ സഹായിക്കും, ഇല്ലേ? ഇല്ലേ? അപ്പൊ അർജുനൻ എന്ത് ചെയ്തു? ശിഷ്യസ്തേകം ശാതിമാത്വം പ്രപന്നം, അങ്ങ് എന്നെ ശിഷ്യനായി സ്വീകരിച്ചുകൊണ്ട് എനിക്ക് എന്റെ ശ്രേയസ്സിന് അനുയോജ്യമായ വിധത്തിൽ എന്നെ ശാസിച്ചാലും എന്നെ പഠിപ്പിച്ചാലും എന്നെ ഉപദേശിച്ചാലും എന്ന് തുറന്ന് ആരോട് പറയുന്നു? ഭഗവാനോട് പറയുന്നുണ്ട് അർജുനൻ. ഇല്ല, ഈ ഒരു രീതി നമ്മൾ സ്വീകരിക്കേണ്ടതല്ലേ? ഇല്ല, ബലം പിടിച്ച് എനിക്കെല്ലാം അറിയാം, നമ്മള് ഗുരുക്കന്മാരെ പരിശോധിക്കാൻ വേണ്ടി പോയിരുന്നു കഴിഞ്ഞാൽ വല്ലതും പഠിക്കാൻ പറ്റും? ഇല്ല, എല്ലാം അറിയാവുന്നുള്ള ഒരു രീതിയിൽ ഇല്ല. അപ്പൊ ഒരിക്കലും നമുക്ക് ഇത്തരത്തിലുള്ള ഭഗവത്ഗീത അങ്ങനെയുള്ള ഭഗവാനെ കുറിച്ചുള്ള പഠനത്തില് നമ്മുടെ സ്വന്തം പല ആൾക്കാർ പറഞ്ഞു നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ്? നമ്മുടെ അടുത്ത് ഭഗവത്ഗീത ഉണ്ട്, ഭാഗവതം ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, ഇതെല്ലാം ഉണ്ട്, നമ്മൾ സ്വന്തമായിട്ട് എല്ലാം പഠിക്കുന്നുണ്ട്. ഇത് ശരിയാവോ? അർജുനന്റെ വാദമുഖങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ കൃഷ്ണനെ പറഞ്ഞു കേൾപ്പിച്ചു ഒന്നാമത്തെ അധ്യായത്തിന്റെ അകത്ത്, ഇല്ലേ? ഞാൻ അതുകൊണ്ടാണ് നിങ്ങളോട് ചോദിച്ചത്, നിങ്ങൾ പഠിച്ച ഒന്നാമത്തെ അധ്യായം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാമോ? ഇല്ലേ? ഒരുപാട് വാദമുഖങ്ങൾ, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, സ്ത്രീകൾ ദൂഷിച്ചു പോകും, അങ്ങനെ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞ് ഒരുപാട് പറഞ്ഞില്ലേ? കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള ശാസ്ത്രങ്ങളൊക്കെ സ്വന്തമായിട്ട് ആര് പഠിച്ചിട്ടുണ്ട്? ഇത്തരത്തിലുള്ള അറിവുകളൊക്കെ അർജുനന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ജീവിതത്തില്
ശരിയായ ഒരു തീരുമാനം എടുക്കാനായിട്ട് ഇവിടുത്തെ ഈ ഒരു അവസ്ഥയിൽ അർജുനന് സാധിച്ചോ? പറ്റോ? പറ്റില്ല എന്നുള്ളത് ഭഗവത്ഗീതയിൽ നമുക്ക് അർജുനന്റെ അവസ്ഥ കാണുമ്പോൾ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്, അല്ലേ? പലപ്പോഴും നമുക്ക് പലപ്പോഴും കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്താണ്? ഞങ്ങളെ വീട്ടിൽ എല്ലാം ഉണ്ട്, ഭഗവത്ഗീത, ഇത് ഗ്രന്ഥങ്ങൾ എല്ലാം, നമ്മൾ സത്സംഗം വേണ്ട, ഒന്നും വേണ്ട, നമ്മളെല്ലാം പഠിച്ചോളാം. നടക്കുമോ ഇത്? ഒരിക്കലും നടക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇന്നത്തെ ഈ ശ്ലോകത്തിന്റെ പ്രാധാന്യം അർജുനൻ തിരിച്ചറിഞ്ഞു. അർജുനൻ പറഞ്ഞു എന്താണ്? ഗുരുക്കന്മാര് പൂജാർഹരാണ്, അവരില്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ശരിക്കും പോകത്തില്ല. അപ്പൊ ഗുരു ഇല്ലാതെ നമ്മൾ എന്തൊക്കെ ജീവിതത്തിനകത്ത് ചെയ്തിരുന്നാലും അത് ശരിയായ വിധത്തിൽ നമുക്ക് പ്രയോജനം ഉണ്ടാവില്ല എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, ഇല്ലേ? ഇന്നത്തെ ഈ ശ്ലോകത്തിന്റെ അകത്ത് അത് പ്രത്യേകിച്ച് അർജുനൻ എടുത്തു കാണിക്കുകയാണ്, ഇല്ലേ? ഗുരുക്കന്മാരുടെ പ്രാധാന്യം. പക്ഷേ യഥാർത്ഥത്തിലുള്ള ഗുരു ആരാണ്, എന്താണെന്നുള്ളത് ഇനി നമ്മൾ വരുന്ന ശ്ലോകങ്ങളിലും അധ്യായങ്ങളിലും ഒക്കെ നമ്മൾ കാണാൻ പോകുന്നതേ ഉള്ളൂ, ഇല്ലേ? അപ്പൊ അതുകൊണ്ട് ഗുരുക്കന്മാര് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ഉള്ളവരാണ്, ഇല്ലേ? അപ്പൊ അവരോട് നമ്മുടെ തുറന്ന സമീപനം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം, ഇല്ലേ? ബലം പിടിച്ചിരുന്നാൽ വല്ലതും നടക്കൂ? അർജുനൻ മിണ്ടാതെ ഒരിടത്ത് തലയും കുമ്പിട്ട് ഒരേപോലെ ഇരുന്നെങ്കിൽ വല്ലതും നടക്കുമായിരുന്നോ? ഇല്ലേ? ഗുരുവിനോട് ചോദ്യങ്ങൾ ചോദിക്കുകയും, ഇല്ലേ, ഭഗവാനോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ഭഗവാനിൽ നിന്ന് അത് കേൾക്കാനും തയ്യാറായി. പറയുന്ന കാര്യങ്ങൾ, ഇല്ലേ, കേട്ടിട്ട് അതിന് അനുയോജ്യമായ വിധത്തിലുള്ള മറുപടി ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ സത്സംഗത്തിൽ അതല്ലേ വേണ്ടത്, ഇല്ലേ? വന്ന് ബലം പിടിച്ചിരുന്നിട്ട് പോയിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല, ഗുരു പറഞ്ഞ ഒന്നും ശരിയായില്ല എന്ന് സ്വയം മനസ്സിനകത്ത് തീരുമാനിച്ചിട്ട് പോയാൽ വല്ലതും നടക്കൂ? ഒന്നും നടക്കില്ല. അത് നമുക്ക് ഒരു ഗുണവും ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ വളരെ നന്നായി നമുക്ക് എല്ലാ വിധത്തിലുള്ള ആധ്യാത്മിക ഗുണങ്ങൾ ഉണ്ടാവുന്നതിന് വേണ്ടി നമ്മൾ ഭഗവാനോട് നിരന്തരം നാമം ജപിച്ച്, ഇല്ലേ, എന്റെ ദോഷങ്ങളൊക്കെ മാറ്റി തരണേ എന്ന് നമ്മൾ വളരെ വിനീതമായിട്ട് ആരോട് പ്രാർത്ഥിക്കണം? ഭഗവാനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭഗവത്ഗീതയൊക്കെ നമുക്കും നന്നായിട്ട് പഠിക്കാനുള്ള ഒരു ബുദ്ധിവിശേഷമൊക്കെ ആര് തരും? ഭഗവാൻ തന്നെ തരും. കൃഷ്ണൻ അത് കഴിയുമോ? കഴിയുമോ? അർജുനൻ അങ്ങനെ പറഞ്ഞില്ലേ? അങ്ങേ അല്ലാതെ 3 ലോകങ്ങളിലും എന്റെ ഈ വിഷമം തീരാനായിട്ട് ഞാൻ ആരെയും കാണുന്നില്ല എന്ന് വരുന്ന ശ്ലോകങ്ങളിലും അധ്യായത്തിനകത്ത് മറ്റും നമുക്ക് കാണാൻ കഴിയും. അർജുനൻ ഭഗവാനില് ശരണം പ്രാപിച്ചു. ആ അർജുനന്റെ വഴി തന്നെ നമ്മളും പിന്തുടരണം. അപ്പോൾ നമുക്കും ആരുടെ കരുണ കിട്ടും? ഭഗവാന്റെ കരുണ നമുക്ക് കിട്ടും. ഇല്ലാതെ നമ്മൾ സ്വന്തമായിട്ട് നമുക്കെല്ലാം നേടിയെടുക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. അങ്ങനെ ധാരാളം പേര് അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അത് ഒരു പ്രയോജനം ഇല്ലാത്ത ചിന്തകളാണ് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് സത്സംഗം വളരെ പ്രാധാന്യമുള്ളതാണ്. സത്സംഗത്തിനകത്ത് നമുക്ക് ഇത്തരത്തിലുള്ള ചർച്ചകളുണ്ട്, ചോദ്യങ്ങൾ ചോദിക്കാം, പറയാം, ഇല്ലേ? ഭഗവാൻ നമുക്ക് ഒരു ഗുരു പരമ്പരയിലുള്ള പിന്നീട് ഭഗവത്ഗീതയാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഗുരുക്കന്മാരുടെ അനുഗ്രഹം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ജീവിതത്തിൽ ശരിയായ ഒരു ഉയർച്ച നമുക്കുണ്ടാവും. അതിൽ ഒരു സംശയവും വേണ്ട കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ് ഇങ്ങനെ നമുക്കിവിടെ തീർക്കാം. അടുത്ത ആഴ്ചയിലും എല്ലാവരെയും വരാൻ പറയുക, വിളിക്കുക, സത്സംഗത്തിൽ പങ്കെടുക്കുക. അത് എല്ലാവർക്കും ഗുണം ചെയ്യുന്നതാണ്. പ്രത്യേകിച്ചും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും കേട്ടോ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.